സംസ്ഥാന ഭരണമാറ്റത്തിന് പിന്നാലെ ഗുരുവായൂർ ദേവസ്വത്തിലും പുതിയ ഭരണസമിതിക്ക് സാധ്യത. നിലവിൽ ഭരണസമിതിയിൽ ഒരംഗത്തിന്റെ കുറവുണ്ട്. സെപ്റ്റംബർ 5-ന് 2 അംഗങ്ങളുടെ കാലാവധി അവസാനിക്കും. ജീവനക്കാരുടെ പ്രതിനിധിയും CPM അംഗവുമായ സി മനോജ്, കേരള കോൺഗ്രസ് എം പ്രതിനിധി മനോജ് ബി നായർ എന്നിവരുടെയും കാലാവധിയാണ് അവസാനിക്കുക. ഇതോടെ സർക്കാരിന് 3 അംഗങ്ങളെ നിർദ്ദേശിക്കാൻ കഴിയും. സ്ഥിരം ഭരണസമിതി അംഗങ്ങളായ തന്ത്രി മല്ലിശ്ശേരി സാമൂതിരിരാജ എന്നിവരുടെ പ്രതിനിധികൾ സർക്കാർ പക്ഷത്തിനൊപ്പം നിൽക്കുന്നതോടെ ഇപ്പോഴത്തെ ഭരണസമിതി ന്യൂനപക്ഷമാകും. 9 അംഗ ഭരണസമിതിയിൽ ജീവനക്കാരുടെ പ്രതിനിധി ഉൾപ്പെടെ 6 അംഗങ്ങളെയാണ് സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നത്. CPM പ്രതിനിധിയായി നിലവിലെ ചെയർമാൻ AV ഗോപിനാഥും CPI പ്രതിനിധിയായി MU ഷിനിജയും മാർച്ച് 15-നാണ് ചുമതലയേറ്റത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പ് കാലാവധി പൂർത്തിയാകാത്ത ചെയർമാൻ ഡോക്ടർ VK വിജയനെ രാജിവെപ്പിച്ചാണ് പുതിയ ചെയർമാനായി AV ഗോപിനാഥനെ തെരഞ്ഞെടുത്തത്. 2 വർഷ കാലാവധിയുണ്ടെങ്കിലും സെപ്റ്റംബറിൽ ഭരണസമിതിയുടെ ഭൂരിപക്ഷമില്ലാതാകും. UDF പ്രതിനിധികൾ എത്തുന്നതോടെ നിലവിലെ ഭരണസമിതിക്ക് ഭരണപരവും വികസനപരവുമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല. കേരള രാഷ്ട്രീയത്തിന്റെ ചുവടുപിടിച്ച് സെപ്റ്റംബർ മുതൽ ഗുരുവായൂർ ദേവസ്വം ഭരണവും UDF പക്ഷത്തേക്ക് മാറാനാണ് സാധ്യത.